നിങ്ങൾ കേൾക്കുന്ന നോവൽ അലസചിന്തകൾ. രചന ജനിത് കാച്ചപ്പിള്ളി. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ 2021. ചിന്തകളിലേക്ക് തുളഞ്ഞു കയറിയ ചൂളംവിളിയുടെ പുളച്ചിലിൽ പാതി മയക്കത്തിൽ നിന്നും നരേന്ദ്രൻ പരിസരബോധം വീണ്ടെടുത്തു. തലയിൽ നിറയെ അവ്യക്തമായ മുഴക്കങ്ങൾ. അതിനൊപ്പം മൊബൈൽ നിർത്താതെ ശബ്ദിക്കുന്നുണ്ട്. വണ്ടിയുടെ ചൂളംവിളിയോട് മത്സരിക്കുന്ന പോലെ. ഡെസ്കിൽ നിന്നും അത് 8ാമത്തെ കോളാണ്. അന്നത്തെ സിറ്റി എഡിഷനിൽ പോകേണ്ട സ്റ്റോറിയുടെ ക്ലൈമാക്സ് കോൾ. തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള സബ് എഡിറ്റർ പ്രവീണിന്റെ ശ്രമം. തലേന്നത്തെ ഉറക്കച്ചടവിനൊപ്പം നരേന്ദ്രന്റെ മുഖത്ത് ഈർഷ്യ വ്യക്തം. 4ാമതും തോളിലേക്ക് ചാഞ്ഞ സഹയാത്രികന്റെ തല നേരെയാക്കി കോൾ എടുത്തുകൊണ്ട് നരേന്ദ്രൻ പറഞ്ഞു, പ്രവീണേ, അത് പോകുന്നില്ല എന്ന് പറയാനായിട്ടാണെങ്കിൽ വേണമെന്നില്ല. താൻ ബാലൻസ് ചെയ്ത് കഷ്ടപ്പെടണ്ട. അപ്പുറത്തുനിന്ന് പക്വതയുടെ ചിരിയിൽ പൊതിഞ്ഞ് ഇരുത്തം വന്ന വാക്കുകളുടെ ഒരു ചക്രമുരുണ്ടു. എടോ, താനെന്നയേ, റിപ്പോർട്ടിംഗ് എന്നാൽ വിതരണം മാത്രം മതി, ഭാവനയുടെ പിന്തുണ വേണ്ടെന്നും അതിന് നിങ്ങൾ കഥ വേറെ എഴുതിയാ മതിയെന്നും ചീഫ് എഡിറ്റർ പറഞ്ഞ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമിടോ? അതെ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ നൈറ്റ് ഷിഫ്റ്റ് തീർത്ത് 2 ദിവസത്തെ എമർജൻസി ലീവ് എഴുതി കൊടുത്ത് നാടുപിടിക്കാൻ നോക്കുന്നത്. പ്രവീൺ തണുപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തന്റെ എഴുത്തിലും കൺസ്ട്രക്ഷനിലും ഒക്കെ ആൾക്കും വിശ്വാസമാണ്. പല തവണ എനിക്കത് മനസ്സിലായിട്ടുള്ളതാണ്. ആളെ തന്നെക്കാളും മുന്നേ ഞാൻ കാണാൻ തുടങ്ങിയതല്ലേ. പക്ഷേ കസേരയുടെ കനം കൊണ്ടും അത്രയ്ക്കങ്ങ് സമ്മതിക്കണ്ട എന്ന കാരണവർ കുറുമ്പുകൊണ്ടുമൊക്കെയാണ് ആൾ അങ്ങനെ പറയുന്നത്. ആളുകള് പത്രം ഡിജിറ്റ്. Sample complete. Ready to continue?